വെൽക്കം ടു ATM ആർബിട്രറി നോളജ്. റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ മൂന്നാം ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനെന്നും പറയുന്നത് പോലെ ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത്. കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സമയം കളയുന്നില്ല, നേരെ ക്ലാസ്സിലേക്ക്. ഇന്ന് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചസ് ഉണ്ടാക്കി തുടങ്ങുകയാണ്. അതിനു മുമ്പ് 4 തരം സെന്റൻസസുകളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കണം. കാരണം 4 തരം സെന്റൻസുകളും 4 രീതിയിലാണ് റിപ്പോർട്ടഡ് സ്പീച്ച്, അതായത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്നത്. ആ 4 തരം സെന്റൻസുകൾ അവയാണ്. ഒന്നാമതായി നമ്മൾക്ക് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഉണ്ട്. റിവേഴ്സ് ഓർഡറിലാണ് മനസ്സിലാക്കാൻ എളുപ്പം. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറഞ്ഞാൽ ആ സെന്റൻസിന്റെ അവസാനം എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, വാട്ട് എ സൈറ്റ്! എക്സ്ക്ലമേഷൻ, എന്ത് മനോഹരമായ ഒരു സൈറ്റ് ആണ്. എക്സ്ക്ലമേഷൻ ഉണ്ടെങ്കിൽ, മാർക്ക് ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. രണ്ടാമത്തത് ഇംപെരറ്റീവ് സെന്റൻസ്. ഇംപെരറ്റീവ് എന്ന് പറഞ്ഞാൽ കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, സജഷൻസ്. ഈ ടോണുകൾ ആ സെന്റൻസിൽ ഉണ്ടാകും. അത് വായിക്കുമ്പോൾ തന്നെ ഇവയിൽ ഏതെങ്കിലും ഒരു ധ്വനി ഉണ്ടാകും. അത്തരം സെന്റൻസുകൾ ഇംപെരറ്റീവ് സെന്റൻസസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ! ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ, അതൊരു ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. മൂന്നാമത്തത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇന്ററോഗേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ചോദ്യങ്ങളാണ്, ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ 2 തരമുണ്ട്. ഒന്ന്, ക്വസ്റ്റ്യൻ വേർഡ്സ്, വാട്ട്, വിച്ച്, വെൻ, വേർ, ഇവയിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ്. ഒരു എക്സാമ്പിൾ, വാട്ട് ആർ യു ഡൂയിങ്? നീ എന്ത് ചെയ്യുകയാണ്? വാട്ട് ഇലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിട്ടുള്ള വാട്ട്, വിച്ച്, വെൻ, വേർ ഇവയിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആവാം. രണ്ടാമത്തെ തരം ചോദ്യങ്ങൾ ഈസ്, ആർ, ആം, വാസ്, വേറിൽ തുടങ്ങി ഡു, ഡസ്, ഡിഡ് ഇവയിൽ അവസാനിക്കുന്ന 24 സഹായക്രിയകളുണ്ട്. അവയിൽ ഏതെങ്കിലും വെച്ചിട്ട് അതിലേതെങ്കിലും തുടക്കത്തിൽ ഉപയോഗിച്ച് ഒരു ചോദ്യം ചോദിച്ചാൽ അതിങ്ങനെ ഇരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതിയിരിക്കുന്നതാണ്. വിൽ യു കം? നീ വരുമോ? വിൽ എന്ന സഹായക്രിയയിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതും ഒരു തരം ചോദ്യമാണ്. 2 തരം ചോദ്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ 2 തരം ചോദ്യങ്ങളെയും 2 രീതിയിലാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്നത്. അത് പിന്നീട് നമ്മൾ പഠിക്കാം. ഇനി അവസാനത്തെ തരം സെന്റൻസ് എന്ന് പറയുന്നത് അസർട്ടീവ്. അസർട്ടീവ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതായത് അതിശയങ്ങളില്ലാത്ത, കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, സജഷൻസ് ഇവയൊന്നുമില്ലാത്ത, ചോദ്യങ്ങളല്ലാത്ത സെന്റൻസുകളെ നമ്മൾ അസർട്ടീവ് സെന്റൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു സെന്റൻസ് കിട്ടുമ്പോൾ എക്സ്ക്ലമേഷൻ ഉണ്ടോ, കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ ഇവയുണ്ടോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണോ എന്ന് നോക്കുക. ഇതൊന്നും അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസുകളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അസർട്ടീവ് സെന്റൻസുകളെ എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ്. നോക്കാം. അപ്പോൾ അസർട്ടീവ് സെന്റൻസിന് സിമ്പിൾ എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കിപ്പോകാം. ഐ ആം ഗോയിങ്, ഞാൻ പോവുകയാണ്. അതിനകത്ത് അതിശയങ്ങളൊന്നുമില്ല, ചോദ്യമല്ല, കമാൻഡോ, ഓർഡറോ, റിക്വസ്റ്റോ, സജഷൻസോ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അസർട്ടീവ് ആണ്. അപ്പോൾ നമുക്ക് അസർട്ടീവ് സെന്റൻസുകളെ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റി തുടങ്ങാം. അസർട്ടീവ് സെന്റൻസിലെ എങ്ങനെയാണ് ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നത് നമുക്ക് ഒന്ന് പഠിക്കാം. ഇവിടെ ഞാനൊരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ഐ സെഡ് ഐ വർക്ക് ഡെയിലി. ഐ സെഡ് ഐ വർക്ക് ഡെയിലി. രണ്ടാമത് ആ സെന്റൻസ് തന്നെ മറ്റൊരു രീതി ഞാൻ പറയുന്നു. ഐ സെഡ് ടു ഹെർ ഐ വർക്ക് ഡെയിലി. ഇവിടെ ഇൻവേർട്ടഡ് കോമയിലുള്ള ഭാഗം ഒന്ന് തന്നെയാണ്. ഈ ഭാഗം ചെറിയൊരു വ്യത്യാസം. ഇവിടെ സെഡ് എന്നുള്ളത് റിപ്പോർട്ടിംഗ് വെർബാണ്, നമുക്കറിയാം. അതിന്റെ സബ്ജക്റ്റ് ഇതാണ്. ഇവിടെ ആരോട് പറഞ്ഞു എന്നില്ല. ഐ സെഡ്, ഞാൻ പറഞ്ഞു. ആരോട് പറഞ്ഞു എന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഒബ്ജക്റ്റ് കാണുന്നില്ല. ഈ സെന്റൻസിൽ തന്നെ ഈ ഭാഗം തന്നെ ഞാൻ ഒരു ഒബ്ജക്റ്റ് വിളിച്ച് എഴുതിയിരിക്കുന്നു. ഐ സെഡ് ടു ഹെർ, ഞാൻ അവളോട് പറഞ്ഞു ഐ വർക്ക് ഡെയിലി. അപ്പം ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഹെർ എന്നുള്ളത് മാത്രമാണ്. എങ്ങനെയാണ് മാറ്റുന്നത് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു സെന്റൻസ് ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് മാറ്റാൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആ സെന്റൻസിലെ ആ ക്വസ്റ്റ്യനിലെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണോ എന്നുള്ളതാണ്. SID സെഡ് പാസ്റ്റ് ടെൻസിലാണ്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണോ എന്നറിയേണ്ടതിന്റെ ആവശ്യം റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മാത്രമേ ഈ സെന്റൻസിന്റെ ടെൻസിന് മാറ്റം വരൂ. നമ്മൾ മുമ്പ്
പഠിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് ഇൻവേർട്ടഡ് കോമയിലുള്ള സെന്റൻസ് ഒന്ന് വായിക്കുക. ഐ വർക്ക് ഡെയിലി. വായിച്ചിട്ട് ആ സെന്റൻസ് 4-ൽ ഏത് തരം സെന്റൻസ് ആണ് എന്നറിഞ്ഞിരിക്കുക. എക്സ്ക്ലമേറ്ററി ആണോ, ഇമ്പരറ്റീവ് ആണോ, ഇൻട്രോഗേറ്റീവ് ആണോ, അസർട്ടീവ് ആണോ എന്നറിഞ്ഞിരിക്കുക. ഐ വർക്ക് ഡെയിലി, ഞാൻ ഡെയിലി ജോലി ചെയ്യുന്നു. അതിനകത്ത് അതിശയങ്ങളൊന്നുമില്ല, ചോദ്യങ്ങളൊന്നും കാണില്ല. അതിശയ ചിഹ്നമില്ല, അതിശയമല്ല. ചോദ്യചിഹ്നമില്ല, അതുകൊണ്ട് ഇൻട്രോഗേറ്റീവ് അല്ല. കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ് ഇതൊന്നുമല്ല, അതുകൊണ്ട് ഇമ്പരറ്റീവ് അല്ല. ഇതൊന്നും അല്ലെങ്കിൽ ഇത് അസർട്ടീവ് ആണെന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അസർട്ടീവ് സെന്റൻസ് ആണെങ്കിൽ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ്, റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം നമ്മൾ ദാറ്റ് ഉപയോഗിക്കണം എന്നാണ് നിയമം. അസർട്ടീവ് സെന്റൻസിനെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് ചേർക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, സെന്റൻസ് അസർട്ടീവ് ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന സെന്റൻസിന്റെ ടെൻസ് എന്താണെന്നും കൂടി മനസ്സിലാക്കുക. ഐ വർക്ക് ഡെയിലി, ടെൻസുകളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. വർക്ക് എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി. ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന സെന്റൻസ് അസർട്ടീവ് ആണ്, അതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ദാറ്റ് ചേർക്കണം. കൂടാതെ ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന സെന്റൻസിന്റെ ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണ്, കാരണം വർക്ക്. അതുകൊണ്ട് ഇതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. മുമ്പ് പഠിച്ചതാണ് ടെൻസിന്റെ ചേഞ്ച്. സിമ്പിൾ പ്രസന്റിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി തുടങ്ങാം. ഐ സെഡ്, അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഇത് ഇതുപോലെ തന്നെ. ഐ സെഡ്, സെഡിന് ശേഷം ഇത് അസർട്ടീവ് ആയതുകൊണ്ട് ദാറ്റ്. ഐ സെഡ് ദാറ്റ്. ഇനിയാണ് നമ്മൾ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന സെന്റൻസിലെ പേഴ്സണൽ പ്രോനൗൺ ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഫസ്റ്റ് പേഴ്സൺ ആണോ, സെക്കൻഡ് പേഴ്സൺ ആണോ, തേർഡ് പേഴ്സൺ ആണോ? ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് പാർട്ടിൽ ചർച്ച ചെയ്തതാണ്. ഫസ്റ്റ് പേഴ്സൺ ആണ് പേഴ്സണൽ പ്രോനൗൺ എങ്കിൽ ആ ഫസ്റ്റ് പേഴ്സണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഐയുമായിട്ടായിരിക്കും ബന്ധം. അപ്പോൾ ഇതും ബന്ധപ്പെട്ടിരിക്കുന്നു. ഐ സെഡ് ഐ വർക്ക് ഡെയിലി. അപ്പോൾ ഞാനാണ് സ്പീക്കർ, ഞാൻ പറഞ്ഞു. ഐ വർക്ക് ഡെയിലി, ഞാൻ ഡെയിലി ജോലി ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടുപേരും ഒരാൾ തന്നെയാണ്. അപ്പോൾ ആ ആള് തന്നെ പറയുന്നതായിട്ട് വേണം നമ്മൾ എഴുതാൻ. ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. അപ്പോൾ ഐ സെഡ് ദാറ്റ്, ഇതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഐ സെഡ് ദാറ്റ് എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായി. ഐ സെഡ് ദാറ്റ്, ആര്? ഞാൻ തന്നെ. ഐ വർക്ക് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ വർക്കിന്റെ പാസ്റ്റ് ടെൻസ് എഴുതുക. വർക്ക്ഡ് ഡെയിലി. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ കോമയില്ല, ഇൻവേർട്ടഡ് കോമയില്ല. അപ്പോ നോക്കാം. ഐ സെഡ് കോമ ഐ വർക്ക് ഡെയിലി. ആൻസർ ഐ സെഡ് ദാറ്റ് ഐ വർക്ക്ഡ് ഡെയിലി. ഒന്നാമത്തെ സെന്റൻസ് ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുന്നു. ആദ്യം നോക്കേണ്ടത് റിപ്പോർട്ടിംഗ് വെർബിലാണ്, പാസ്റ്റ് ടെൻസ് ആണോ എന്ന് അറിയുക. ആണെങ്കിൽ അടുത്ത ചെയ്യേണ്ടത് ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന സെന്റൻസിന്റെ തരം ഏതാണ്, 4-ൽ ഏതാണ്. അസർട്ടീവ് ആണെന്ന് മനസ്സിലായി. അസർട്ടീവ് ആണെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് ചേർക്കണമെന്ന് മനസ്സിലായി. അടുത്തത് മനസ്സിലാക്കേണ്ടത് ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന സെന്റൻസിന്റെ ടെൻസ് ആണ്, അത് സിമ്പിൾ പ്രസന്റ് ആണ്. അതുകൊണ്ട് അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഐ സെഡ്. ഇതിന് ശേഷം ചെയ്യേണ്ടത് പേഴ്സണൽ പ്രോനൗൺ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ അതിന് റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റുമായിട്ടായിരിക്കും ബന്ധം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തൽക്കാലം ഒരാൾ തന്നെയാണ്. ഐ സെഡ് ദാറ്റ് ഐ വർക്കല്ല, അതിന്റെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുമ്പോൾ വർക്ക്ഡ് ഡെയിലി. ഇനി ഇതൊന്നും ശ്രദ്ധിക്കാം. ഐ സെഡ് ടു ഹെർ ഐ വർക്ക് ഡെയിലി.
ഇതിലും കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ. പാസ്റ്റ് ടെൻസ്, അതുകൊണ്ട് ഇവിടെ മാറ്റം വരും. ഇത് അസർട്ടീവ് സെന്റൻസ് ആണ്, പ്രസന്റ് സിമ്പിൾ പ്രസന്റിലുമാണ്. അസർട്ടീവ് ആയതുകൊണ്ട് ദാറ്റ്, റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ്. എന്നാൽ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷമല്ല ദാറ്റ് വരുന്നത്. റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റിന് ശേഷമാണ് ദാറ്റ് വരേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ എഴുതുന്നത് ഐ സെഡ് ടു ഹെർ, ഐ സെഡ് ടു ഹെർ ദാറ്റ്, ഐ സെഡ് ടു ഹെർ ദാറ്റ്. സോ ഫസ്റ്റ് പേഴ്സൺ ആണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ ഡെയിലി വർക്ക് ചെയ്യുമെന്ന്. ഐ സിമ്പിൾ പ്രസന്റ് ആണ്, വർക്ക്ഡ് ഡെയിലി. ഐ സെഡ് ടു ഹെർ ദാറ്റ് ഐ വർക്ക്ഡ് ഡെയിലി. ഇനി ഈ സെന്റൻസിനെ തന്നെ മറ്റൊരു രീതിയിലും എഴുതാം. സെഡിന് ശേഷം ഇവിടെ സെഡിന് ശേഷം ഒബ്ജക്റ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഐ സെഡ് ദാറ്റ് എന്ന് തന്നെ പറഞ്ഞു. ഇവിടെ സെഡിന് ശേഷം ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഹെർ ഉണ്ട്, അതുകൊണ്ട് ഇതിനെ രണ്ട് രീതിയിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക്, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാം. ഒന്ന്, ഐ സെഡ് ടു ഹെർ എന്ന് തന്നെ എഴുതാം, അല്ലെങ്കിൽ ഐ സെഡ് എന്നുള്ളത് ടോൾഡ് ഹെർ എന്നാക്കാം. സെഡിന് ശേഷം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ സെഡിന് പകരം നമുക്ക് ടോൾഡ് എന്നാക്കാം, അതിനുശേഷം ഒബ്ജക്റ്റ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ടോൾഡിന് ശേഷം നമ്മൾ ടു ഹെർ വെക്കില്ല, അത് തെറ്റാണ്. സെഡിന് ശേഷം ടു ഹെർ പറയും, ടോൾഡിന് ശേഷം ഐ ടോൾഡ് ടു ഹെർ തെറ്റാണ്. ടോൾഡ് ആണ് പറയുന്നതെങ്കിൽ ടു വേണ്ട. അപ്പോൾ ഐ ടോൾഡ് ഹെർ, ഇത്തരം സെന്റൻസുകളിലാണ് ഒബ്ജക്റ്റ് ഉള്ളപ്പോൾ മാത്രമാണ് ടോൾഡ് ഉപയോഗിക്കുന്നത്. ഐ ടോൾഡ് ഹെർ അസർട്ടീവ് ആണ്, അതുകൊണ്ട് ദാറ്റ്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഐ ടോൾഡ് ഹെർ ദാറ്റ് ആരാണ്? ഐ വർക്ക് ഡെയിലി, ഞാൻ പറയുന്നു, എൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഐ വർക്ക് എന്നുള്ളത് വർക്ക്ഡ് ആയി, ഐ വർക്ക്ഡ് ഡെയിലി. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ കോമയോ ഇൻവേർട്ടഡ് കോമയോ ഒന്നും പാടില്ല. അപ്പോൾ ഐ സെഡ് ഐ വർക്ക് ഡെയിലി, ഐ സെഡ് ദാറ്റ് ഐ വർക്ക്ഡ് ഡെയിലി, ഐ സെഡ് ടു ഹെർ ഐ വർക്ക് ഡെയിലി, ഐ സെഡ് ടു ഹെർ ദാറ്റ് ഐ വർക്ക്ഡ് ഡെയിലി, ഓർ ഐ ടോൾഡ് ഹെർ that I worked daily. ഈ ഭാഗത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു ചെറിയ മാറ്റം വന്നിരിക്കുന്നു, അത് പല രീതിയിൽ ഞാനൊന്ന് കാണിച്ചു. അപ്പോൾ ഒരേ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പല രീതിയിൽ കണ്ടു. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇവിടെ വരുന്ന പേഴ്സണൽ പ്രൊനൗൺ ഫസ്റ്റ് പേഴ്സൺസ് മാത്രം വെച്ചിട്ട് പഠിക്കാൻ പോവുകയാണ്. ഐ ഉണ്ട്, അടുത്ത ഫസ്റ്റ് പേഴ്സൺ ആരാണ്? വി ആണ്. ഇവിടെ ഐയും വിയും വരുമ്പോഴുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിനുശേഷം സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, വിവിധ ടെൻസുകൾ നമ്മൾ പഠിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത്, ഇപ്പം നമ്മൾ കണ്ടത് ഫസ്റ്റ് പേഴ്സണിന്റെ സിംഗുലർ ആയിട്ടുള്ള ഐ ആണ്. നമുക്കിനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇതാണ്, ഐ സെഡ് വി വർക്ക് ഡെയിലി. മുമ്പത്തെ ചോദ്യത്തിൽ ഇവിടെ പേഴ്സണൽ പ്രൊനൗൺ ഐ ആയിരുന്നു, എന്നാൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഡെയിലി വർക്ക് ചെയ്യും. ഐ സെഡ് വി വർക്ക് ഡെയിലി, അത് തന്നെ ഐ സെഡ് ടു ഹെർ, ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല, ഇവിടെ ഒബ്ജക്റ്റ് വെച്ചു. വി വർക്ക് ഡെയിലി, ഇൻവേർട്ടഡ് കോമയിലുള്ള രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ നോക്കാം. ആദ്യം റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ മാറ്റുന്നതിന് മുമ്പ് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ സെന്റൻസിനെ ഐഡന്റിഫൈ ചെയ്യണം. വി വർക്ക് ഡെയിലി, അത് അസർട്ടീവ് ആണ്. ഇനി ഇതിന്റെ ടെൻസ് നോക്കണം. വി വർക്ക് ഡെയിലി, വർക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണ്, അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണമെന്ന് മനസ്സിലായി. അപ്പൊ ഇനി ഒന്നും ആലോചിക്കാറില്ല, അസർട്ടീവ് ആയതുകൊണ്ട് സെഡിന് ശേഷം റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് വരണം. അപ്പോൾ ഇനി അടുത്ത കാര്യം നമ്മൾ നോക്കണം. വി ഫസ്റ്റ് പേഴ്സൺ ആണ്, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആണ്, അതിന് ഇവനുമായിട്ട് ബന്ധമുണ്ട്. ഇവനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അത് നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാകും. നോക്കാം ഇതിനെന്ത് മാറ്റമാണ് വരുന്നത് നമുക്ക് മനസ്സിലാവും. സോ ഐ സെഡ്, ഒബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഐ സെഡ്, അതിനുശേഷം ദാറ്റ് എഴുതുന്നു. ഇനി ഇതെന്തായി മാറണം? ഞാൻ പറഞ്ഞു ഞങ്ങൾ ഡെയിലി വർക്ക് ചെയ്യുമെന്ന് എന്നാക്കി മാറ്റണം. അപ്പോൾ ഈ ഞങ്ങൾ എന്നുള്ളതിൽ ഞാനും ഉൾപ്പെടുന്നതാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഞങ്ങളിൽ ആരുമുണ്ട്? ഞാനും ഉൾപ്പെടുന്നതാണ് ഞങ്ങൾ. അപ്പോൾ
ഐ സെഡ് ദാറ്റ്. ഐ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നുള്ള ആ മീനിങ് മാറിപ്പോകും. ഞങ്ങളെ നമുക്ക് വിട്ടുകളയാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾ. ഇപ്പൊ നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോഴും എന്ത് പറയണം? ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്ന് തന്നെ പറയണം. അപ്പോൾ ഇതിനകത്ത് ഇവൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഐ സെഡ് ദാറ്റ്, വിക്ക് മാറ്റമില്ല, വി എന്ന് തന്നെ പറയണം. വർക്ക് ആരായി മാറണം? സിമ്പിൾ പ്രസന്റ് ആണ്, അതിനെ വർക്ക്ഡ് എന്നാക്കി മാറ്റണം. വി വർക്ക്ഡ് ഡെയിലി. ഇനി ഐ സെഡ് ടു ഹെർ. അപ്പൊ അതെന്താകണം? ഒന്നുകിൽ ഐ സെഡ് ടു ഹെർ, അല്ലെങ്കിൽ ഐ ഇങ്ങോട്ട് ഇടാം, ഐ ടോൾഡ് ഹെർ. ടോൾഡിന് ശേഷം എന്തില്ല? ടു ഇല്ല. ഐ സെഡ് ടു ഹെർ ഓർ ഐ ടോൾഡ് ഹെർ. ഇതിന് രണ്ടിന് ശേഷം എന്തിടണം? ദാറ്റ്. ഐ സെഡ് ടു ഹെർ ദാറ്റ് ഓർ ഐ ടോൾഡ് ഹെർ ദാറ്റ്. വി വർക്ക് ഡെയിലി. വി WORKED, ഡെയിലി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായി. മറ്റു ചില എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അസർട്ടീവ് സെന്റൻസസ്, ഇൻവേർട്ടഡ് കോമയിൽ അസർട്ടീവ് സെന്റൻസസ് മാത്രം, ഇൻവേർട്ടഡ് കോമയിലുള്ള സെന്റൻസിന്റെ ടെൻസ് സിമ്പിൾ പ്രസന്റ് മാത്രം. 12 സെന്റൻസുകളും കിടക്കുകയാണ്, ടെൻസുകളും കിടക്കുകയാണ്. അവയെ ഓരോന്നോരോന്നായി നമുക്ക് മനസ്സിലാക്കാം. തൽക്കാലം സിമ്പിൾ പ്രസന്റ് വെച്ചിട്ട് വിവിധങ്ങളായ എക്സാമ്പിൾസ് നമുക്കൊന്ന് പരിശോധിക്കാം. സാവധാനം മറ്റ് ടെൻസിലേക്ക് നോക്കാം. അതുപോലെ തന്നെ ഇന്ന് പഠിക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐ ആൻഡ് വി. ഇവ ഇവിടെ പ്രൊനൗൺസ് ആയിട്ട് വരുമ്പോഴുള്ള ഇൻഡയറക്റ്റ് സ്പീച്ചുകളാണ്. ഇവിടെ സ്പീക്കർ വി ആണ്. വി സെഡ്, വി വർക്ക് ഡെയിലി. പാസ്റ്റ് ടെൻസ്, അസർട്ടീവ് സെന്റൻസ്, സിമ്പിൾ പ്രസന്റ്. അസർട്ടീവ് ആയതുകൊണ്ട് ദാറ്റ് ചേർക്കണം, സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. പേഴ്സണൽ പ്രൊനൗൺ വി ഫസ്റ്റ് പേഴ്സൺ ആണ്, അതിന് സ്പീക്കറുമായി ബന്ധമുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരേ ആൾക്കാർ തന്നെയാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. അപ്പം ഞങ്ങളിൽ സ്പീക്കറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് യാതൊരു മാറ്റവും വരുന്നില്ല. അപ്പൊ പറയാം, വി സെഡ്, അസർട്ടീവ് ആയതുകൊണ്ട് ദാറ്റ്. ഇവര് രണ്ടും ഒന്ന് തന്നെയാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്ന് തന്നെ വരുന്നു. വി സെഡ് ദാറ്റ്, വി വർക്ക്ഡ് ആയി മാറുന്നു. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആയി മാറുന്നു. വി സെഡ് ദാറ്റ് വി വർക്ക്ഡ് ഡെയിലി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പേഴ്സൺസ് ഐ അല്ലെങ്കിൽ വി, ഇവിടെ ഐ അല്ലെങ്കിൽ വി വരുമ്പോൾ ആ പറയുന്ന ആൾക്കാർ ഇതിനകത്ത് തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഐ സെഡ് വി, ആ വിയിൽ ഐ ഉണ്ട്. വി സെഡ് വി, ആ വിയിൽ ഈ വി ഉണ്ട്. അപ്പൊ പറയുന്ന ആൾക്കാരും ഇതിനകത്ത് പേഴ്സണൽ പ്രൊനൗൺസും നല്ല ബന്ധം, അതിനകത്ത് അവർ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അടുത്തൊരു സെന്റൻസ് നമുക്ക് നോക്കാം. ഹി സെഡ് ദാറ്റ് ഐ വർക്ക് ഡെയിലി. ഇവിടുത്തെ സ്പീക്കർ ആരാണ് എന്ന് നോക്കുക. സ്പീക്കർ ഐ അല്ലെങ്കിൽ വി അല്ലെങ്കിൽ, ഇവിടെ ഐയോ വിയോ അല്ലെങ്കിൽ നമ്മൾ മൂന്നാമതൊരു കക്ഷിയായി നിന്ന് വേണം ചിന്തിക്കാൻ. നമ്മളൊരു തേർഡ് പാർട്ടി ആയിട്ട് മാറി നിന്ന് വേണം ഇനിയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ. നോക്കാം. ഹി എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ ആയതുകൊണ്ട് മറ്റൊരാൾ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ മാറി നിന്ന് മറ്റൊരാൾ പറയുന്നത് വീക്ഷിക്കുകയാണ്. വി അല്ലെങ്കിൽ ഐ ആണെങ്കിൽ നമ്മൾ ഉൾപ്പെട്ട ആൾക്കാർ തന്നെയാണ് പറയുന്നത്. അത് നമ്മുടെ കാര്യമാണ്. എന്നാൽ ഇവിടെ ഹി ആണ്. നമ്മൾ മാറി നിൽക്കുന്നു, അവൻ പറയുന്നത് കാണുന്നു. ഹി സെഡ് ഐ വർക്ക് ഡെയിലി. അവൻ പറഞ്ഞു ഞാൻ ഡെയിലി വർക്ക് ചെയ്യുന്നു. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ്, അതുകൊണ്ട് ഇവിടെ നോക്കുന്നു അസർട്ടീവ് ആണ്. അതുകൊണ്ട് സെഡിന് ശേഷം ദാറ്റ് വരണം. സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഇത് പേഴ്സണൽ പ്രൊനൗൺ ഫസ്റ്റ് പേഴ്സൺ ഐ ആണ്. അതിന് ഹീയുമായി ബന്ധമുണ്ട്. ഹി സെഡ് ഐ. അപ്പൊ ഈ ഐ ആരാണ്? ഈ ഐ ഇവൻ തന്നെയാണ്. ഇവൻ പറഞ്ഞു ഞാൻ ഡെയിലി വർക്ക് ചെയ്യുന്നു. ഈ ഞാൻ ആരാണ്? ഈ പാർട്ടി തന്നെയാണ്. അപ്പൊ നമ്മൾ എഴുതുന്നു ഹി സെഡ്, അസർട്ടീവ് ആയതുകൊണ്ട് നമ്മൾ സെഡിന് ശേഷം ദാറ്റ് വെക്കുന്നു. ഹി സെഡ് ദാറ്റ്. ഈ ഐ ഇനി ആരായി മാറണം? നമ്മൾ മാറി നിന്നാണ് ചിന്തിക്കുന്നത്.
മാറി നിന്നത് ഇവൻ പറയുന്നത് കാണുകയാണ്. ഹി സെഡ് ദാറ്റ്. ഐ, ഈ ഐ ആരാണ്? ഇവൻ തന്നെയാണ്. അപ്പൊ നമ്മൾ മലയാളത്തിൽ ഒന്ന് ആലോചിച്ചാൽ അവൻ പറഞ്ഞു, ഞാൻ എന്ന് പിന്നെ പറയാൻ പറ്റിയല്ല. അവൻ പറഞ്ഞു അവൻ ഡെയിലി വർക്ക് ചെയ്യുമെന്ന്. അപ്പൊ ഈ ഐ ആര് തന്നെയാണ്? അവൻ തന്നെയാണ്. എങ്ങനെ പറയണം? ഹി സെഡ് ദാറ്റ്. ഇതാരായി മാറണം? ഹി. അവൻ പറഞ്ഞു അവൻ. വർക്ക്ഡ് ആയി മാറുന്നു. ഡെയിലി. സോ ഹി സെഡ് ദാറ്റ് ഹി വർക്ക് ഡെയിലി. ആ ബന്ധം മനസ്സിലാക്കണം. ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ അത് ഇവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. അപ്പോൾ ഇവൻ ആരാണോ അവനനുസരിച്ചാണ് ഇവനിലെ മാറ്റം. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചതാണ്. അടുത്ത നോക്കാം. ഹി സെഡ് വി വർക്ക് ഡെയിലി. അവൻ പറഞ്ഞു വി വർക്ക് ഡെയിലി. സെഡ് പാസ്റ്റ്. അതുകൊണ്ട് ഇത് നോക്കുന്നു, അസെർട്ടീവാണ്. അസെർട്ടീവ് ആയതുകൊണ്ട് സെഡിന് ശേഷം ദാറ്റ് വരണം. ഇനി ഇത് സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് ഇതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അടുത്ത നോക്കേണ്ടത് ഇതിലെ പേഴ്സണൽ പ്രൊനൗൺ ആരാണ്? പേഴ്സണൽ പ്രൊനൗൺ വി ആണ്. വി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവൻ പറഞ്ഞു ഞങ്ങൾ. അവൻ പറഞ്ഞു ഞങ്ങൾ. ഇതിനകത്ത് നമ്മൾ ബന്ധപ്പെടുന്നേ ഇല്ല, നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. ഇത് അവന്റെ കാര്യമാണ്. അവനും കുറെ ആൾക്കാർ ഉൾപ്പെടുന്ന കാര്യമാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ മാറി നിൽക്കുന്നു. മാറി നിന്ന് ഇവൻ പറഞ്ഞത് വീക്ഷിക്കുകയാണ്. ഫസ്റ്റ് പേഴ്സൺ ഇവിടെ, ഫസ്റ്റ് പേഴ്സൺ വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുന്നത്. അല്ലാതെ യു ആൻഡ് സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ തേർഡ് പാർട്ടിയാണ്. അവൻ പറഞ്ഞു ഞങ്ങൾ. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ചിന്തിച്ചാൽ അവൻ പറഞ്ഞു, അവനല്ല, ഇവിടെ അവൻ പറഞ്ഞു ഐ. ഈ ഐ ആര് തന്നെയാണ്? അവൻ തന്നെയാണ്. എന്നാൽ അവൻ പറഞ്ഞു ഞങ്ങളാണ്. ഞങ്ങളെന്നതിനകത്ത് ഇവൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പറയണം? അവൻ പറഞ്ഞു അവർ എന്നായി മാറണം. ഇവൻ പറഞ്ഞു ഞങ്ങൾ എന്നാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ അവർ എന്ന് ആയി മാറണം. അപ്പൊ എങ്ങനെ പറയണം? ഹി സെഡ് ദാറ്റ്. നോക്കൂ, ഹി സെഡ് ദാറ്റ് ഹി. എന്തുകൊണ്ട് ഹി? ഐ, ഞാനെന്നാണ് ഇവൻ പറഞ്ഞത്. എന്നാൽ അവൻ പറഞ്ഞു ഞങ്ങൾ എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താക്കി പറയണം? ഹി സെഡ് ദാറ്റ് ദേ. അവർ വർക്ക്ഡ് ഡെയിലി. ദേ, അവർ. നോക്കാം. വി സെഡ് വി വർക്ക് ഡെയിലി. വി സെഡ് ദാറ്റ് വി വർക്ക്ഡ് ഡെയിലി. ഹി സെഡ് ഐ വർക്ക് ഡെയിലി. ബന്ധപ്പെട്ടിരിക്കുന്നു, രണ്ടുപേരും ഒരാൾ തന്നെ. സോ അവൻ പറഞ്ഞു അവൻ വർക്ക് ചെയ്തു എന്ന്. He said that he worked daily. He said we work daily. ബന്ധമുണ്ട്. ഞങ്ങളിൽ ദൈവൻ ഉൾപ്പെട്ടിട്ടുണ്ട്. He said that we ആരായി മാറുന്നു? They worked daily. ഇതാണ് കഴിഞ്ഞ പാർട്ടിൽ ഞാൻ പറഞ്ഞത്. പേഴ്സണൽ പ്രൊനൗൺസ്. ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ അത് ഇതിനനുസരിച്ചാണ് മാറുന്നത്. ഇവനും തമ്മിലുള്ള ബന്ധം നോക്കിയിട്ടാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആൻഡ് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആയിട്ടുള്ള ഐ ആൻഡ് വി പേഴ്സണൽ പ്രൊനൗൺ ആയിട്ട് വരുന്നതും, അസർട്ടീവ് സെന്റൻസ് ആയിട്ട് വരുന്നതും, സിമ്പിൾ പ്രസന്റ് ആയിട്ട് വരുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റിയത്. കുറച്ച് എക്സാമ്പിൾസ്. കൂടുതൽ പഠിച്ചാൽ എല്ലാം കൺഫ്യൂഷൻ ആയി പോകും. നമ്മൾ ഗ്രാജുവലി പഠിക്കാം. ഇന്നത്തെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചുള്ളൂ എങ്കിൽ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കൂടുതൽ എക്സാമ്പിൾസുമായി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടുമുട്ടും. നമ്മൾ ഇനി കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ. ഗുഡ് ബൈ. Please like, share and subscribe the channel.